2019 മുതൽ അയ്യപ്പനെ വിഴുങ്ങാത്ത ഭാഗ്യം. ഇനിയിപ്പോൾ പിണറായി മൂന്നാം തവണ അധികാരത്തിൽ വരണമെന്നാണ് പറഞ്ഞത്. മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ സ്വാമിയെ എന്ന് നമ്മൾ വിളിച്ചാൽ അയ്യപ്പൻ പിണറായിൻ്റെ വയറ്റുന്ന വിളി കേൾക്കുക. കാരണം ഇനിയിപ്പോൾ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ. ബാക്കി സർവ്വതും വിഴുങ്ങി. സ്വർണം വിഴുങ്ങി. ഗോപുരം പോലെ ഇറക്കി കൊണ്ടുപോയി, ഗോപുരത്തിലെ സ്വർണം പോലും. എന്നിട്ട് സ്വർണം ഉരുക്കി മാറ്റി. എന്നിട്ട് ചെമ്പെടുത്ത് അതിലൊരു കോട്ട് സ്വർണം പൂശി. ഇത് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണമാണ് അഴിച്ചെടുത്ത് ഇതൊക്കെ നടത്തിയത്. എന്നിട്ട് ഒരു നാണവും കൂടെ ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ് അയ്യപ്പ സംഗമത്തിൽ വിജയിച്ചതിൻ്റെ ഗൂഢാലോചനയാണ്. ഞാൻ പറയട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ കാലത്താണ് സ്വർണ്ണം ഇളക്കിക്കൊണ്ടോ? ഞങ്ങളുടെ കാലത്താണ്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ മകൻ വരെ യോഗദണ്ഡും രുദ്രാക്ഷവും എടുത്തു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നിട്ട് പറയാണ് അത് എന്താണ് മറ്റേ വഴിപാട് ചേർന്ന അയ്യപ്പൻ്റെ രുദ്രാക്ഷവും അതുപോലെ തന്നെ യോഗദണ്ഡും അതൊക്കെ എടുത്തു കൊണ്ടുപോയി. ആചാരങ്ങൾ അവിടെയൊക്കെ ലംഘിക്കുകയാണ് ആചാരങ്ങൾ. ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ അന്ന് മുതൽ ആചാര ലംഘനം ആരംഭിച്ചു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വളരെ ഗൗരവമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതിയാണ് പറയുന്നത്, ഇപ്പോൾ UDF അല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയാണോ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നത്? ഇപ്പോൾ വകുപ്പ് മന്ത്രിക്ക് എന്താ ജോലി? പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ? നട തുറക്കുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്നതാണോ? അതിനാണോ ദേവസ്വം ബോർഡ് മന്ത്രി? അപ്പോൾ ഇത് വളരെ സീരിയസ് ആണെന്നല്ല ഹൈക്കോടതി പറഞ്ഞത്. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ വേറെ ചില വാർത്തകൾ കേൾക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചു. ഒരു പത്രവാർത്തയാണെന്ന്. 2023 ഫെബ്രുവരി മാസത്തിൽ. ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ? ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറനെ അന്ന് ED അറസ്റ്റ് ചെയ്യുന്നത്. 2024 പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ്. ഇതേ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നാണല്ലോ വെപ്പ്. ഇന്ത്യ സഖ്യം ഇറക്കിയ മുഖ്യമന്ത്രിയാണ് ലിസ്റ്റിൽ പിണറായിൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, NDAയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മൊത്തം ദുരൂഹതയാണ് ഇവിടെ. ഇതിനൊക്കെ തക്ക ശിക്ഷ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, കേരളത്തിലെ ക്രമസമാധാന തകർച്ച, ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് UDF മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര 5 മേഖല യാത്രകൾ നടക്കുകയാണ്. അവിടെ ഞങ്ങൾ മറ്റൊരു വിഷയം ഫോക്കസ് ചെയ്യില്ല. അവിടെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ശബരിമലയുടെ സ്ഥിതി മാത്രമാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പിന്നെ മറ്റ് രാഷ്ട്രീയ യോഗങ്ങളുണ്ടാകും. പക്ഷേ ഈ യാത്രയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ കക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രി എന്തിനാ? ഏത് ഉദ്യോഗസ്ഥൻ കട്ടാലും പിടിക്കണ്ടേ? പിടിക്കാൻ പറ്റാത്ത ഇവരും കക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ദേവൻ്റെ സ്വർണം ആരെടുത്താലും അവർക്കുള്ള ശിക്ഷ കിട്ടും. ഉദ്യോഗസ്ഥന്മാരെ പാർട്ടി നോക്കി പോകുന്നതിനേക്കാളും നല്ലത് അവിടെ മന്ത്രി എന്തിനാ? പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? എന്തിനാ? ഇവരാരും കോൺഗ്രസ്സുകാരല്ലല്ലോ. ദേവസ്വം ബോർഡ് മന്ത്രിയും പ്രസിഡന്റും 2019 ഇതുവരെയുള്ള സമയത്തൊന്നും ഇരുന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരാവുകയാണ്. അതാണ് മുഖ്യമന്ത്രി ഗൂഢാലോചന. എന്ത് ഗൂഢാലോചന? ഹൈക്കോടതിയാണ് ഗൂഢാലോചന നടത്തി. ഇത് പതിച്ച സ്വർണം അടർത്തിയെടുത്ത് റെക്കോർഡിൽ ചെമ്പാവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് വടക്കം പാട്ടിലുണ്ടായിരുന്ന പോലെ ഇരുമ്പാണിക്ക് പകരം മുള്ളാണി വെച്ചതിന് കൊല്ലന് പെൺപണം നൽകിയതാരെന്ന് ചോദിച്ച പോലെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചവരാര്? ഇതാണിപ്പോൾ സമൂഹം ചോദിക്കുന്ന ചോദ്യം. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണോ മന്ത്രിയാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ്. ഇനിയിപ്പോൾ അന്വേഷണം ഇടം കൊണ്ട് അവസാനിക്കില്ല. ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളിപ്പോഴും പറയുന്നു, ഹൈക്കോടതിയുടെ സാന്നിധ്യത്തിൽ CBI അന്വേഷിക്കണം. അല്ലാതെ CBIക്ക് സ്വതന്ത്ര അന്വേഷണം അല്ല. ഹൈക്കോടതിയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടുണ്ടാവണം.
എങ്കിലും മാത്രമേ കൊള്ള പുറത്തു വരൂ. ദേവന്മാർക്കും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വാസികളുടെ മനസ്സിലേൽക്കുന്ന മുറിവ് ചില്ലറയല്ല. അപ്പോൾ ഏതായാലും ഇക്കാര്യം ഒരു കാര്യം വ്യക്തമായി, അയ്യപ്പൻ്റെ പേരിൽ ഒരു സംഗമം നടത്തി വോട്ട് തട്ടാൻ നോക്കുന്ന ശ്രമത്തിന് അയ്യപ്പൻ തന്നെ ശക്തമായിട്ടുള്ള അടി കൊടുത്തു. അതാണിപ്പോൾ ഉണ്ടായത്. ഇതിപ്പോൾ ഈ പറഞ്ഞ പുര എത്തുമ്പോൾ വാഴ വെട്ടാൻ നിൽക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഒരു അദ്ദേഹം വായ തുറന്നാൽ മുസ്ലിങ്ങൾക്കെതിരായി പറയും. അതിനെക്കുറിച്ച് നമ്മൾ കമൻറ്റ് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എപ്പോഴും മുസ്ലിങ്ങളെ 4 ചീത്ത പറഞ്ഞാലേ ഉറക്കം വരുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അതിനൊക്കെ കൂട്ടുപിടിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കാരണം ഇതൊക്കെ ഒരു സമുദായത്തിനും കുറ്റം പറയാൻ പാടില്ല. അവനവൻ്റെ സമുദായത്തിന് വേണ്ടി വാദിക്കാം, അത് തെറ്റല്ല. ഇപ്പോൾ ഈഴവ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് മറ്റ് വിഭാഗങ്ങളെ കുറ്റക്കാരാക്കുകയും അവരെ ദേശദ്രോഹികളായി പറയുന്ന രീതി ശരിയല്ല. അതിനോടാണ് ഞങ്ങൾക്കുള്ള വിയോജിപ്പ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ വികാരം പറയാം, കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയാനുള്ള അവകാശമുണ്ട്, അതൊക്കെ ശരിയാണ്. അതിനെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. പക്ഷേ മറ്റ് സമുദായങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഏർപ്പാട് അതൊരു സമുദായ നേതാവിന് യോജിച്ചല്ല. ഏത് കാലത്ത് എന്ത് നടന്നാലും അന്വേഷിക്കുന്നത് ഞങ്ങൾക്കൊരു വിരോധമില്ല. ഇവിടെ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പാത്രമാണ്. ആകപ്പാടെ ഞങ്ങൾക്കെതിരായിട്ട് എന്താ പറയുന്നത്, ഉരുളിയുടെയും ശർക്കരയുടെയും കുറവാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ സ്വർണ്ണ പോയത് അയ്യപ്പൻ്റെ, അത് ആര് കട്ടു എന്നുള്ളതാണ് ചോദ്യം. ആ നേരത്താണ് പാത്രം ഉരുളിയുടെ കണക്ക് പറയുന്നത്. ഏത് വേണമെങ്കിലും അന്വേഷിച്ചോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും അന്വേഷിച്ചോ. ഞാൻ ദേവൻ്റെ സ്വത്ത് ആരെടുത്താലും അന്വേഷിച്ചോ, ഞങ്ങൾക്ക് ഒരു ഭയമോ കാര്യത്തിലില്ല. പക്ഷേ സ്വർണം കട്ട കള്ളന്മാരെ പിടിച്ചേ തീരൂ.